അൻഫുസഹും സ്വന്തം ശരീരത്തോട് അതിക്രമം കാണിക്കുന്ന ആളുകൾ ഉടനെ അല്ലാഹുവിനെ അയാൾ ഓർത്തുപോയി. തെറ്റ് വന്നപ്പോ അല്ലാഹുവിനെ ഓർക്കുകയാണ്. എന്റെ വാക്കുകൾക്ക് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ഞാൻ പറയാം. നേരത്തെ പറഞ്ഞല്ലോ, രണ്ടു കൂട്ടം ആളുകൾ. ഒരു കൂട്ടം ആളുകൾക്ക് തെറ്റ് വന്നാൽ അള്ളാഹുവിന് ഓർമ്മയൊന്നുണ്ടാവൂല. ഉദാഹരണം നമ്മുടെ ജീവിതം തന്നെ നമ്മൾ എടുക്കുക. ഒരു കളവ് പറഞ്ഞു കഴിഞ്ഞ ശേഷം ഒരു പേടിയില്ല, ഇങ്ങനെ കൂളായിരിക്കാൻ. പേടിയുണ്ടോ എങ്കിൽ ഒന്നാമത്തെ ലിസ്റ്റിൽ നമ്മൾ പെടാൻ. കുറച്ചൊരു കളവ് പറഞ്ഞു പോയല്ലോ. ഈ തിന്മകൾ രസകരമായി തോന്നുന്ന ആളുകൾ, നമ്മുടെ വിഷയം അതാണല്ലോ, ലാഘവത്തോടെ കാണുന്ന ആളുകൾക്ക് ഈ ഒരു തെറ്റ് ചെയ്താൽ പടച്ചറപ്പിന് ഓർമ്മ ഉണ്ടാവൂല. അവർ നിരന്തരമായി ചെയ്യും. അവരെന്താ വിചാരിക്കുക, ഇതൊക്കെ തെറ്റാണോ, ഇതൊക്കെ ഒരു പാപമാണോ? പ്രത്യേകിച്ചിട്ട് ബോയ് ഫ്രണ്ട് ഗേൾ ഫ്രണ്ട് ബന്ധങ്ങളൊക്കെ പൊതുവെ സഹോദരിമാര് ചോദിക്കാറുണ്ട്, അതിലെന്താണ് കുഴപ്പം, അതൊരു ഫ്രണ്ട്ഷിപ്പ് അല്ലേ? ആരാണ് ഫ്രണ്ട്ഷിപ്പിന് സമ്മതം തന്നത്? ആരാണ് ഫ്രണ്ട്ഷിപ്പിന് സമ്മതം തന്നത്? അങ്ങനെ ഒരു ഫ്രണ്ട്ഷിപ്പ് ഇസ്ലാം അനുവദിച്ചിട്ടുണ്ടോ? ആളുകൾ ചോദിക്കാൻ, അതിലിപ്പോ എന്താ കുഴപ്പം? അതേപോലെ ചാറ്റ് ചെയ്യുന്ന സ്വഭാവം, അതിലിപ്പോ എന്താ കുഴപ്പം? അത് വിരലിന്റെ മൂവ്മെന്റ്സ് ആണല്ലോ, വിരലുകൾ അനക്കുകയല്ലേ, അതിലിപ്പോ എന്താ കുഴപ്പമെന്ന് ആളുകൾ ചോദിക്കാറുണ്ട്. തിന്മയുടെ ഗൗരവം മനസ്സിലാവാത്തത് കൊണ്ടാണ്. അവർക്ക് യാതൊരു വിഷമവുമില്ല. ആ തെറ്റ് ചെയ്താൽ അവർക്ക് യാതൊരു പ്രയാസവും ഇല്ല. അവർ നിരന്തരമായി തുടരാണ്, ഇത് കുഴപ്പമില്ല എന്ന് വിശ്വസിക്കുകയും ചെയ്യുകയാണ്. അങ്ങനെയുള്ള ആളുകൾ അല്ലാഹു മാപ്പ് തരില്ല. വല്ലദീന ഇദാ ഫഅലൂ ഫാഹിഷ, തിന്മകൾ ചെയ്യുന്നവർ, ഔ ളലമൂ അൻഫുസഹും, സ്വശരീരത്തോട് അക്രമം കാണിക്കുന്ന ആളുകൾ, ദക്കറുല്ലാഹ്, അല്ലാഹുവിനെ ഓർക്കാൻ തുടങ്ങി, അല്ലാഹുവിനെ പേടിക്കാൻ തുടങ്ങി. ഫസ്തഗ്ഫറൂ ലിദുനൂബിഹിം, അവരുടെ തിന്മകൾ അല്ലാഹുവിനോട് പറയാൻ തുടങ്ങി. പടച്ച റബ്ബേ, എന്റെ കണ്ണൊരു ഹറാം കണ്ടുപോയല്ലോ. പടച്ച റബ്ബേ, എന്റെ ചെവി ഒരു ഹറാം കേട്ടുപോയല്ലോ. പടച്ച റബ്ബേ, നീ ചെയ്യല്ല എന്ന് പറഞ്ഞത് ഞാൻ ചെയ്തു പോയല്ലോ. ഫസ്തഗ്ഫറൂ ലിദുനൂബിഹിം അസ്തഗ്ഫിറുല്ലാഹ്. പ്രത്യേകിച്ചിട്ട് പരിശുദ്ധമായ റമളാനിന്റെ വളരെ ഭീതിപ്പെടുത്തുന്ന ഒരു ഹദീസുണ്ട്, വല്ലാതെ പേടിക്കേണ്ട ഒരു ഹദീസുണ്ട്. റമളാൻ ആകുമ്പോൾ പേടി വരുന്ന ഒരു ഹദീസാണത്. മൻ അദ്റക റമളാന ഫലം യുഗ്ഫർ ല, ഒരാൾ പരിശുദ്ധമായ റമളാൻ ഒരാൾക്ക് എത്തിക്കുകയും റമളാനിൽ നന്മ ചെയ്യുവാൻ, നോമ്പ് പിടിക്കുവാൻ അവസരം ലഭിക്കുകയും ചെയ്തു, എന്നിട്ട് റമളാൻ വിട പറയുമ്പോ ഫലം യുഗ്ഫർ ല, അയാളുടെ പാപങ്ങൾ അല്ലാഹു പുറത്തു കൊടുത്തില്ലെങ്കിൽ, അയാളുടെ തെറ്റുകുറ്റങ്ങൾക്ക് അല്ലാഹു മാപ്പ് നൽകിയില്ലെങ്കിൽ, ഫഅബ്അദഹുല്ലാഹ്, അല്ലാഹു അയാളെ അകറ്റി നിർത്തട്ടെ. അവന് സ്വർഗ്ഗമില്ല, അവന് റഹ്മത്തില്ല, അല്ലാഹുവിന്റെ നിഅമത്ത് അവനില്ല. അല്ലാഹു അയാളെ അകറ്റി നിർത്തുമെന്ന് ദുആ ചെയ്തത് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം. ആമീൻ എന്ന് പറഞ്ഞത് ലോകത്തെ ഏറ്റവും ഉത്കൃഷ്ടനായ വ്യക്തി അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി നെഞ്ചത്തേക്കൊന്ന് കൈവച്ചുകൊണ്ട് ആലോചിക്കണേ സഹോദരന്മാരെ, സഹോദരിമാരെ, പരിശുദ്ധമായ റമളാൻ കഴിയുമ്പോഴേക്കും നമ്മുടെ പാപങ്ങൾ പൊറുക്കപ്പെട്ടിട്ടുണ്ടോ? കഴിഞ്ഞ റമളാൻ കഴിഞ്ഞപ്പോഴേക്കും എന്റെ പാപങ്ങൾ അല്ലാഹു പുറത്തു തന്ന് ഉമ്മ പെറ്റ മക്കളെ പോലെ നിഷ്കളങ്കരായി അല്ലാഹു നമ്മെ മാറ്റിയിട്ടുണ്ടോ എന്ന് ആലോചിക്കേണ്ട സമയമാണ്. അവിടെ നമ്മൾക്ക് പാളിച്ചകൾ സംഭവിച്ചെങ്കിൽ ഈ റമളാനിൽ പാളിച്ചകൾ സംഭവിക്കാൻ പാടില്ല. ഈ റമളാനിൽ അപാകതകൾ സംഭവിക്കാൻ പാടില്ല. ഈ റമളാൻ കഴിയുമ്പോഴേക്കും എന്റെ തെറ്റുകുറ്റങ്ങൾ പൊറുക്കപ്പെടണമെന്നതാണ് ഓരോ ആളുകളുടെയും വളരെ പ്രധാനമായ ലക്ഷ്യം. അല്ലാഹു നമ്മുടെ പാപങ്ങൾ പുറത്തു തരട്ടെ. അല്ലാഹുവേ, ഞങ്ങളുടെ തെറ്റുകുറ്റങ്ങൾക്ക് നീ മാപ്പ് നൽകണേ അല്ലാഹ്. വൻദോഷങ്ങളും ചെറുദോഷങ്ങളും പുറത്തു തരണേ അല്ലാഹ്. റമളാൻ കഴിയുമ്പോ ഒരു തെറ്റുമില്ലാതെ പാപക്കറയില്ലാത്ത നിഷ്കളങ്കരായ ഉമ്മപെറ്റ മക്കളെ പോലെ സ്വാലിഹീങ്ങളായി മാറാൻ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഔ ളലമൂ അൻഫുസഹും ദക്കറുല്ലാഹ്, ഒരാൾ ശരീരത്തോട് അക്രമം കാണിച്ചാൽ ദക്കറുല്ലാഹ്, അവർ അല്ലാഹുവിനെ ഓർക്കുമത്രേ. ഉടനെ അവർ പറയും ഫസ്തഗ്ഫറൂ ലിദുനൂബിഹിം, അവരവരുടെ പാപങ്ങൾ പടച്ച റബ്ബിനോട് തുറന്നു പറയും. അല്ലാഹു പറയാണ്, നിങ്ങൾ അങ്ങനെ തെറ്റ് ചെയ്തോ? തെറ്റ് ചെയ്താലൊന്നും കുഴപ്പമില്ല. തെറ്റ് ചെയ്യും മനുഷ്യൻ, സ്വാഭാവികമാണ്. അള്ളാഹുവിന്റെ ഹബീബിന്റെ വഫാത്തോടുകൂടി തെറ്റ് ചെയ്യാത്ത ആളുകൾ അസ്തമിച്ചിരിക്കുകയാണ്. മഅസൂമിങ്ങൾ പ്രവാചകന്മാരാണ്. റസൂലുള്ളാഹി തങ്ങൾ വഫാത്തായതോടുകൂടി പിന്നെ മഅസൂമിങ്ങളില്ല. പിന്നെ ജീവിതത്തിൽ പാപം വരും. പക്ഷേ ഏറ്റവും നല്ലതെന്താ? തെറ്റ് ചെയ്താൽ ഉടനെ മാപ്പ്, ഉടനെ അള്ളാഹുവിനോട് തൗബ ചെയ്യണം. അത്തായിബു മിനദ്ദംബി കമല്ലാ ദംബല, ഒരാൾ ഒരു തെറ്റിൽ നിന്ന് അള്ളാഹുവിലേക്ക് മടങ്ങി കണ്ണീരൊഴുക്കി ദുആ ചെയ്താൽ അയാൾ തെറ്റ് ചെയ്യാത്തതിന് സമമാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്.
നമ്മൾക്ക് ഈ സദസ്സിൽ ആത്മാർത്ഥമായി കരഞ്ഞ് ദുആ ചെയ്ത് തൗബ ചെയ്ത് മടങ്ങിപ്പോയ നമ്മൾ വിശ്വസിച്ചോളണം എന്റെ പാപങ്ങൾ പൊറുക്കപ്പെട്ടു എന്ന്. പിന്നെ ഡൗട്ട് ഉണ്ടാവാൻ പാടില്ല, പിന്നെ സംശയം ഉണ്ടാവാൻ പാടില്ല. നമ്മളൊരു സദസ്സിലോ അല്ലെങ്കിൽ പേഴ്സണലായി ദുആ ചെയ്യാണ്, വീട്ടിലിരുന്നിട്ട് തഹജ്ജുദ് നിസ്കരിച്ചിട്ട് കരഞ്ഞ് ദുആ ചെയ്യാൻ തൗബ ചെയ്യാൻ, അല്ലാഹുവേ ഇനി ഞാൻ ആവർത്തിക്കില്ല, അല്ലാഹുവേ പിന്നെ ഉറപ്പിച്ചോളണം അല്ലാഹു എന്റെ പാപങ്ങൾ പുറത്തു തന്നു എന്ന്. പിന്നെ ഇനി ശിഷ്ടകാലം തെറ്റ് ചെയ്യാതെ ജീവിക്കാൻ ശ്രമിക്കാം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇത് പറഞ്ഞത് ഏതെങ്കിലും പണ്ഡിതന്മാരല്ല, അല്ലാഹുവിന്റെ ഹബീബാണ്. ഒരു തെറ്റിൽ നിന്നൊരാൾ പാപമോചനം തേടിയാൽ, ഒരു തെറ്റിൽ നിന്നൊരാൾ തൗബ ചെയ്താൽ അവൻ തെറ്റ് ചെയ്യാത്തവനെ പോലെയാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞുവല്ലോ, വല്ലദീ നഫ്സീ ബിയദിഹി, ആരുടെ എന്റെ ശരീരം ആരുടെ കയ്യിലാണോ അവനാണ് സത്യം, അല്ലാഹുവാണ് സത്യം. ലൗലം തുദ്നിബൂ, നിങ്ങൾ ആരും തെറ്റ് ചെയ്യുന്നില്ലെങ്കിൽ ലദഹബല്ലാഹു ബിക്കും, അല്ലാഹു നിങ്ങളെ നശിപ്പിച്ചു കളയും. നിങ്ങൾ ആരും തെറ്റ് ചെയ്യുന്നില്ല, എല്ലാവരും നല്ലതേ ചെയ്യുന്നുള്ളൂ, എല്ലാവരും നന്മയെ ചെയ്യുന്നുള്ളൂ എങ്കിൽ അല്ലാഹു നിങ്ങളെ നശിപ്പിച്ചു കളയും. വലജാഅ ബിഖൗമിൻ, വേറൊരു സമൂഹത്തെ അല്ലാഹു ഭൂമിയിലേക്ക് കൊണ്ടുവരും. യുദ്നിബൂൻ, അവർ തെറ്റ് ചെയ്യുന്നവരാണ്. ഫയസ്തഗ്ഫിറൂൻ, തെറ്റ് ചെയ്താൽ ഉടനെ അല്ലാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങുന്നവരുമാണ്. അപ്പൊ തെറ്റ് ചെയ്യുമെന്നത് ഉറപ്പാണല്ലോ, തെറ്റ് ചെയ്യുമെന്നത് ഉറപ്പാണ്. പക്ഷേ അല്ലാഹുവിന്റെ താല്പര്യം എന്താണ്, അല്ലാഹുവിന്റെ ആഗ്രഹം എന്താണ്? തെറ്റ് ചെയ്താൽ ഉടനെ അല്ലാഹുവിലേക്ക് മടങ്ങണം. അല്ലാതെ തിന്മയെ ലഘൂകരിച്ച് കാണുകയും നിസ്സാരവൽക്കരിക്കുകയും പരസ്യമാക്കുകയും ചെയ്യുന്ന വളരെ ദാരുണമായ ദയനീയമായ സ്വഭാവം പടച്ചറപ്പിന് ഇഷ്ടമല്ല. തെറ്റ് ചെയ്താൽ തൗബ ചെയ്ത് അല്ലാഹുവിലേക്ക് മടങ്ങാത്ത നിരന്തരമായി ആവർത്തിക്കുന്ന ആളുകൾ അല്ലാഹുവിന് ഇഷ്ടമല്ല. ഒരു തെറ്റ് ചെയ്താൽ അല്ലാഹുവിനോട് തൗബ ചെയ്യണം. നിങ്ങൾ തെറ്റ് ചെയ്യുന്നില്ലേ, നിങ്ങളെ എല്ലാം നശിപ്പിച്ചുകൊണ്ട് മറ്റൊരു സമൂഹത്തെ ഞാൻ കൊണ്ടുവരും. യുദ്നിബൂൻ, അവര് തെറ്റ് ചെയ്യുന്നു. ഫയസ്തഗ്ഫിറൂൻ, അല്ലാഹുവിനോട് അവർ പൊറുക്കലിനെ തേടുന്നു. ഫയഗ്ഫിറു ലഹും, അല്ലാഹു അയാൾക്ക് പുറത്തു കൊടുക്കും. അങ്ങനെയുള്ള ഒരു സമൂഹത്തെ ഞാൻ കൊണ്ടുവരുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. കുല്ലു ബനീ ആദമ ഖത്വാഉൻ, ലോകത്തുള്ള ആദം സന്തതികളെല്ലാം തെറ്റ് ചെയ്യുന്ന ആളുകളാണ്. വഖൈറുൽ ഖത്വാഈന തവ്വാബൂൻ, എന്നാൽ തെറ്റ് ചെയ്യുന്നവരിൽ അല്ലാഹുവിന് ഇഷ്ടം തൗബ ചെയ്യുന്ന ആളുകളെയാണെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾക്ക് പ്രതീക്ഷ നൽകാനാണ് എൻ്റെ ആഗ്രഹം. അല്ലാഹുവിന്റെ റഹ്മത്തിൽ നിങ്ങൾ നിരാശരാവാൻ പാടില്ല. ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫൂ അലാ അൻഫുസിഹിം ലാ തഖ്നതൂ മിർ റഹ്മത്തില്ലാഹ്. ഞാൻ ഒരുപാട് കള്ളു കുടിച്ചു പോയല്ലോ, ഒരുപാട് വിചാരം ചെയ്തുവല്ലോ, ഒരുപാട് ഹറാമുകൾ ഞാൻ എന്റെ ജീവിതത്തിൽ ചെയ്തിട്ടുണ്ടല്ലോ, ഒരുപാട് തോന്നിവാസങ്ങൾ ചെയ്തിട്ടുണ്ടല്ലോ. ഇനി എനിക്ക് പടച്ച റബ്ബ് പുറത്തു തരില്ലേ, എനിക്ക് അല്ലാഹു മാപ്പ് തരില്ല, ഞാൻ ഇനി നന്നാവാൻ പോകുന്നില്ല എന്നൊരാളും തെറ്റിദ്ധരിക്കാൻ പാടില്ല. ഞാൻ ഉപയോഗിക്കാത്ത ഡ്രഗില്ല, ഞാൻ ഉപയോഗിക്കാത്ത മയക്കുമരുന്നോ മദ്യമോ ഇല്ല, ഞാൻ ഉപയോഗിക്കാത്ത ഒരു പെണ്ണില്ല, ഞാൻ ചെയ്യാത്ത തെറ്റില്ല. എന്നാലും നിങ്ങൾ നിരാശരാവേണ്ട. കുൽ നബിയെ, താങ്കൾ പറയണം, യാ ഇബാദിയല്ലദീന അസ്റഫൂ അലാ അൻഫുസിഹിം, ശരീരത്തോട് തുരുതുരാ അക്രമങ്ങൾ കാണിച്ച നിരന്തരമായി തെറ്റ് ചെയ്ത ആളുകളോട് നിങ്ങൾ പറയണം, ലാ തഖ്നതൂ മിർ റഹ്മത്തില്ലാഹ്, അല്ലാഹുവിന്റെ റഹ്മത്തിൽ നിന്ന് നിങ്ങൾ ഒരിക്കലും നിരാശരാവാൻ പാടില്ല. ഇന്നല്ലാഹ യഗ്ഫിറുദ് ദുനൂബ ജമീഅ, അല്ലാഹു നിങ്ങളുടെ പാപം തരാൻ വേണ്ടി, പാപം പുറത്തു തരാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. ഈ പരിശുദ്ധമായ റമളാനിന്റെ പകലിൽ അല്ലാഹുവിന്റെ രണ്ട് കരങ്ങളെ നീട്ടിയിരിക്കുകയാണ്. എന്തിനെന്നറിയോ? ഇന്നലെ മഗ്രിബ് മുതൽ സുബ്ഹി വരെ നമ്മുടെ ജീവിതത്തിൽ വന്നു പോയ പാപങ്ങൾ പടച്ച റബ്ബിനോട് പറഞ്ഞുകൊണ്ട് തൗബ ചോദിക്കാൻ, തൗബ ചെയ്യാൻ, അല്ലാഹുവിനോടൊന്ന് പുറത്തു തരാൻ പറയാൻ വേണ്ടി അല്ലാഹുവിന്റെ രണ്ട് കരങ്ങളെ നീട്ടിയിരിക്കുകയാണ്. യബ്സുതു യദഹു ഫിന്നഹാർ ലിയതൂബ
രാത്രിയിൽ ഒരാൾ ചെയ്യുന്ന പാപങ്ങൾ അവൻ പടച്ച റബ്ബിനോട് രാവിലെ വന്ന് തുറന്നു പറഞ്ഞാൽ അല്ലാഹു അയാൾക്ക് മാപ്പ് നൽകും. എന്നാൽ രാത്രിയാകുമ്പോഴേക്കും അവന്റെ ഇരുകരങ്ങൾ പടച്ച റബ്ബ് ഇങ്ങനെ നീട്ടിവെക്കുന്നു. എന്തിനാണത്? പകൽ മുതൽ സുബഹി മുതൽ അസ്ർ വരെ മഗ്രിബ് വരെ അയാൾ ചെയ്ത തിന്മകൾ പടച്ച റബ്ബിനോടൊന്ന് ഏറ്റെടുത്തു പറയാൻ വേണ്ടി, എന്നിട്ട് റബ്ബിനോട് പാപമോചനം ചോദിക്കാൻ വേണ്ടി. അങ്ങനെ ചോദിക്കാൻ നിങ്ങൾ തയ്യാറാവുന്നുണ്ടോ? നിങ്ങൾക്ക് ഞാൻ പുറത്തു തരാമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. അതുകൊണ്ട് വിഷമിക്കല്ല, ആരും പേടിക്കല്ല, ഞാൻ നരകത്തിലേക്കാണോ പോകുന്നത് അങ്ങനെ വിചാരിക്കുകയേ വേണ്ട. അല്ലാഹു നമ്മൾക്കൊക്കെ സ്വർഗ്ഗം നൽകട്ടെ, അല്ലാഹു നമ്മൾക്കൊക്കെ സ്വർഗ്ഗം നൽകട്ടെ. ശരീരം തെറ്റിലേക്ക് പ്രോത്സാഹിപ്പിക്കുന്ന ശരീരമാണ്. എന്നാൽ തെറ്റ് വന്നാൽ അത് ഉടനെ അല്ലാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങാം. ഉടനെ തൗബ ചെയ്യാ. മിനിമം അസ്തഗ്ഫിറുല്ലാഹ്, അല്ലാഹുവേ എനിക്ക് പുറത്തു തരണേ എന്ന് പറഞ്ഞ് തെറ്റിൽ നിന്ന് മാറി നിൽക്കാൻ ശ്രമിക്കുക. അതാണ് അല്ലാഹു പറഞ്ഞത്, ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ്. നിങ്ങൾ നിരാശ കൈവടിയല്ല. ഒരു ബിസിനസ്, ഒരാളുടെ ബിസിനസ് തകർന്നു പോവാൻ അയാൾ നിരാശ കൈവിട്ടു, അത് പൂട്ടിപ്പോയാൽ അയാൾക്ക് നഷ്ടമാണ് വരാനുള്ളത്. എന്നാൽ നിരാശയില്ലാതെ ആർജവവും ഊർജവും തിരിച്ചെടുത്തുകൊണ്ട് സധൈര്യം വളരെ ആത്മവിശ്വാസത്തോടെ അതിലേക്ക് വേണ്ടുന്ന നന്മകളും അതിലേക്ക് വേണ്ടുന്ന കാര്യങ്ങളും ചെയ്തു, അതിനെ ഭംഗിയാക്കി അലങ്കരിച്ചു. വീണ്ടും മോടി പിടിച്ചുകൊണ്ട് ബിസിനസ് അദ്ദേഹം വർദ്ധിപ്പിക്കാൻ ശ്രമിച്ചാൽ അദ്ദേഹത്തിന്റെ കച്ചവടത്തിൽ ലാഭമുണ്ടാകുന്നത് പോലെ നിങ്ങൾ എന്തെങ്കിലും തെറ്റുകൾ ചെയ്തു 4-5 വർഷം നിരന്തരമായി ജീവിക്കുമ്പോൾ ഇനി എനിക്ക് മാപ്പില്ല എന്ന് പറഞ്ഞ് നിരാശനാവല്ല. നിങ്ങൾ എന്നിലേക്ക് മടങ്ങിയ, നിങ്ങളെ സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ്. പക്ഷേ വീണ്ടും 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 ആവർത്തിക്കല്ല എന്നൊരു ഡിമാൻഡ് കൂടി